നമസ്തേ. ഇന്ന് നമുക്ക് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ധ്യാനത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. അധ്യവയം ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രസ്യ ധ്യാനാത് തൃതീയ ശ്ലോകം പഠാമഹ. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാംഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത് പ്രധാത്രീം. ഏവം ഭവതി ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രസ്യ ധ്യാനം തൃതീയ ശ്ലോകഃ. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതം അഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത് പ്രധാത്രീം. ഏവം ഭവതി അസ്യ പദച്ഛേദഃ. അഗ്രേ ഗച്ഛാമി. ധ്യായേത് പദ്മാസനസ്ഥാം. പദ്മാസനത്തിലിരിക്കുന്നവളെ ധ്യാനിക്കണം. So here Lord Lalitambika, she is sitting on a lotus. Padmasanam. Her seat is a lotus. Asanastham ityukte tatra Lalitambika Devi upavishati. Tasyaha asanam bhavati padma. Asanam ityukte seat. Okay, where she is sitting. ധ്യായേത്. വയം ലളിതാദേവ്യാः ലളിതാംബികായാः ധ്യാനം കരണീയം. ആ അമ്മയെ നമുക്ക് ധ്യാനിക്കണം. പദ്മം ഇത്യുക്തേ ലോട്ടസ്, അംബുജം. ആസനസ്ഥാം ഇത്യുക്തേ ഇരിക്കുന്നവളെ. ചിത്രേ പശ്യതു ശ്രീ ലളിതാംബികാ ദേവി അത്ര പദ്മാസനെ ഉപവിശതി. വികസിത വദനാം പദ്മപത്രായതാക്ഷി. വികസിതവദനാം പദ്മപത്രായതാക്ഷി. വികസിത ഇത്യുക്തേ വികസിച്ച, വിരിഞ്ഞ. തസ്യാഹ മുഖം ഉത വദനം വികസിതം ഭവതി. ദേവിയുടെ മുഖം വളരെ വികസിച്ചതാണ്. ഇത്യുക്തേ കിം? സ ഹസതി. ഷീ ഈസ് സ്മൈലിംഗ്. ദേവീസ് ഫേസ് ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ദാറ്റ് മീൻസ് ഷീ ഈസ് സ്മൈലിംഗ്. വികസിത, വിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവി ചിരിക്കുന്നു എന്നാണ് അർത്ഥം. വദനം ഇത്യുക്തേ മുഖം. മുഖം ഇതി ശബ്ദഃ കൈരള്യാം ദൃശ്യത്തെ, പരന്തു വസ്തുതഃ മുഖശബ്ദഃ സംസ്കൃതശബ്ദഃ. പദ്മപത്രായതാക്ഷി. പദ്മപത്രം ഇത്യുക്തേ കിം? പദ്മപത്രം എന്ന് വെച്ചാൽ ലോട്ടസ് ലീഫ്, താമര ഇലയാണ് പദ്മപത്രം. അത്ര ലളിതാംബികായാः നേത്രം പദ്മപത്രം ഇവ ദൃശ്യത്തെ. താമര ഇല പോലെ
ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഐസ്. ആ കണ്ണുകളെ താമരയുടെ ഇലയോടാണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം താമരയുടെ ഇല പോലെ ഇരിക്കുന്നു എന്നല്ല, ആ ഒരു ഭംഗിയാണ്. ഇവിടെ പത്മാസനസ്ഥാം ഇത്യുക്തം പൂർവം അതഃ അത്ര പത്മപതേനൈവ തസ്യാഹ നേത്രാനാം വർണ്ണനമപി കൃതം. സോ her eyes which is very beautiful, so here it is compared to the lotus leaf. പത്രം ഇത്യുക്തെ കൈരള്യ മലയാള ഭാഷായാം പത്രം ഇതി ശബ്ദേന ന്യൂസ് പേപ്പർ इति अर्थः अस्ति. पत्रं मीन्स् पेपर् इति अर्थः वर्तते, परन्तु वस्तुतः पत्रशब्दः संस्कृतशब्दः, तस्य अर्थः भवति लीफ्, इल എന്നാണ് അതിൻ്റെ അർത്ഥം. പത്രം പേപ്പർ इत्यस्य संस्कृतशब्दः पुटं भवति, पुटं पुटम्. ഓക്കെ. അക്ഷി ഇത്യുക്തെ കണ്ണ്, അക്ഷിത എന്നൊക്കെ പേര് കേൾക്കാറുണ്ട്. കണ്ണ്, അക്ഷി, നേത്രം. ഓക്കെ. ചിത്രേ പശ്യതു ലളിതാദേവ്യാः മുഖം വികസിതം അതിമനോഹരം ച. അത്ര ലോട്ടസ് ലീഫ് പത്മപത്രമപി ദൃശ്യത്തെ. ഹെർ ഐസ് is so beautiful, so fascinating, right? Agre gacchami. हेमाम्भां पीतवस्त्रां करकलितलसत् हेमपद्मां वराङ्गीं. हेमाम्भां, हेमाम्भम् इत्युक्ते किं? പൊൻതിളക്കമുള്ളവളെ, ഹേമാംഭാം. ഹേമ, ദ മീനിങ് ഓഫ് വേർഡ് ഹേമ ഈസ് ഗോൾഡ്. മിക്ക കേരളത്തിലും തന്നെയല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഹേമ എന്ന് സ്ത്രീകൾക്ക് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹേമ, ഹേമ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർണം എന്നാണ്, പൊന്ന് എന്നാണ്. ഇറ്റ്സ് ഗോൾഡ്, ഹേമാംഭ. അപ്പോൾ പൊൻതിളക്കമുള്ളവളെ, ദാറ്റ് മീൻസ് ഷീ ഈസ് ഷൈനിങ്. ഓ, ദേവിക്ക് ആ ഒരു എനർജി ഉണ്ട്, ആ ഒരു ഊർജമുണ്ട്, ആ ഓറയുണ്ട്. ദ ഓറ ഓഫ് ദേവി ഈസ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. പീതവസ്ത്രം, ലളിതാംബികായാः വസ്ത്രം शाटिका भवति, सारी एव, तत्तु पीतं भवति. पीतम् इत्युक्ते येल्लो कलर्ड. The dress, the cloth of Lalitambika Devi which she is wearing, it's in yellow color. पीतवस्त्रं, मन्यवस्त्रं धरिच्चवळे. करकलितलसत्. करम् इत्युक्ते किं? करशब्दः कै, कलित पिडिच्च, ലസത് തിളങ്ങുന്ന, ഹേമപദ്മാം സ്വർണതാമര, പൊൻതാമര. അപ്പോൾ അത്ര ലളിതാംബികായാः करे यथा पश्यति चेत् तत्र സുവർണപദ്മം ദൃശ്യത്തെ, പൊൻതാമര കാണാൻ സാധിക്കും. ഹേമപദ്മാം, ഹേമപദ്മം തത്ര അസ്തി. തത്തു ലസതി, തിളങ്ങുന്നു. വരാംഗീ, അങ്കി ഇത്യുക്തെ കിം? ശരീരി ഇത്യർത്ഥഃ. ശരീരമുള്ളവളെ, വരാംഗീം. സുന്ദരശരീരീം ഇത്യർത്ഥഃ. സോ ഹിയർ ദ ദേവി ലളിതാംബിക, she is shining, her aura is shining, and she is in a yellow colored dress, and also in her hands we can see gold lotus flower, and her body is so beautiful. നമ്മൾ ചില സ്ത്രീകളെ കാണുമ്പോൾ പറയും നല്ല ശരീരമുള്ളവൾ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ ബോഡി ഷെയ്മിങ് ഹെർ ഓർ വി ആർ മേക്കിംഗ് ഫൺ ഓഫ് ഹെർ, നത്തിങ്. ഇറ്റ് ജസ്റ്റ് ദ ബ്യൂട്ടി ഓഫ് എ ലേഡി, റൈറ്റ്? സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഭംഗി പുരുഷന്മാരുടെ ശരീരത്തിനില്ല. ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. നല്ല ചിത്രകാരന്മാർക്കൊക്കെ ആ ശരീരത്തെ നന്നായി പകർത്താൻ കഴിയും. സോ ദ സൃഷ്ടി ഓഫ് ദ ബോഡി ഓഫ് എ വിമൺ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മറ്റൊരർത്ഥത്തിൽ എടുക്കരുത്. ചിത്രേ പശ്യതു പീതവസ്ത്രം, മഞ്ഞ വസ്ത്രം ധരിച്ച, കരേഷു സുവർണപദ്മമപി അസ്തി. സാ ദേവി
अत्र चित्रे दृश्यते. अग्रे गच्छामि. ललिताम्बिकायाः प्रणामम्. So in the next line we see सर्व अलङ्कारयुक्तां सततम् अभयदां भक्तनम्रां भवानीं. सर्वालङ्कारयुक्तां सततमभयतां भक्तनम्रां भवानीं. So सर्वालङ्कारयुक्ता, सर्व अलङ्कारयुक्ता, सा ललिताम्बिका देवी अलङ्कारेषु युक्ता भवति. എല്ലാവിധമായ അലങ്കാരങ്ങളാലും അലങ്കരിക്കപ്പെട്ട ആ ദേവിയെ, she is shining in lot of decorations. That means her ornaments, her aura, her beauty and all those things which makes her more beautiful. Satatam, satatam means ella ippozhum. I am worshipping Lord Lalitambika always. Abhayatam, abhayam nalgunnavale. Sa Lalitambika asmakam krite abhayam datati. Sa കാരുണ്യവതി അസ്തി ഖലു. ഭക്തനമ്രാം, ഭക്തർ വിനീതമായി നമിക്കുന്ന ദേവിയെ ഭക്തനമ്രാം. ഓക്കെ, നമ്ര ശബ്ദേന വിനീതം ഇത്യർത്ഥഃ. നമിക്കുന്ന, നമസ്കരിക്കുന്ന. ഓക്കെ. ഭവാനി, ഭവാനി ഇതി ശബ്ദഃ ഇറ്റ് ആക്ച്വലി ഡിസ്ക്രൈബ്സ് ദാറ്റ് ഗിവർ ഓഫ് ലൈഫ്, ഹു ഗീവ്സ് ലൈഫ്. So Goddess Lalitambika is a giver of life, and the meaning of the word itself, the etymology, that means consort of Bhava. ശിവന്റെ പത്നി എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാദേവസ്യ പത്നി ഭവതി ലളിതാംബിക ഇത്യുക്തെ सा एव साक्षात् पार्वती इत्यर्थः. So she is the wife of Lord Mahadeva. Bhava shabdah Shiva arthabodhakah. So the Lalitambika Devi itself, she is Parvati, goddess Parvati. Parvatasya apatyam stri iti Parvati. Evam chitre pashyatu. The ladies are worshipping an ideal of Devi. श्रीविद्यां शान्तमूर्तिं सकलसुरनुतां सर्वसम्पत् प्रधात्रीं. സർവസമ്പത്ത് ഉണ്ട് അവിടെ. ഓക്കെ, ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്ത് പ്രധാത്രീം. അതാണ് അടുത്ത വരി. ശ്രീവിദ്യാം, ശ്രീവിദ്യാരൂപിണിയായ ദേവിയെ, ഹു ഈസ് ദ giver of knowledge, or she is the shape of, she itself is knowledge. ക്ഷമ്യത. ശാന്തമൂർത്തിം, ശാന്തസ്വരൂപിയായവളെ. ദേവി is in a calm posture. She is in a calm mood. The figurine of Lalitambika is in calm. അത്ര ക്ഷേത്रेषु चित्रमस्ति भद्रकाल्याः. So the image of Bhadrakali, she is in an anchor posture. No, here she is in a calm posture. The figurine is in calm style itself. Okay. Sakala suranuta, sakala suraha. Sura shabdena deva ityarthaha. Sura means deva. Asuraha iti padena, who is not deva. That means the other people who are not devas. That is asura shabda. Sakala suranuta, എല്ലാ ദേവന്മാരും വന്ദിക്കുന്നവളെ, സ്തുതിക്കുന്നവളെ. All the lords who worships Lord Lalitambika. She herself is our life giver. Okay. സർവസമ്പത്ത് പ്രധാത്രീം, എല്ലാ സമ്പത്തുകളും നൽകുന്നവളെ, എല്ലാ സമ്പത്തുകളും എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവളെ. സർവ സമ്പത്ത് പ്രധാത്രി. The one, the Lord Lalitambika, the Devi Parvati, who gives all the desires of us,
who completes all the desires of human beings. നല്ല ഡിസൈസ് ആയിരിക്കണം കേട്ടോ. സ തസ്മൈ മമ പ്രണാമം. നമോസ്തുതേ അംബികാം നമോസ്തുതേ. ചിത്രേ പശ്യതു ലളിതാംബികാദേവ്യാः മനോഹരചിത്രമസ്തി. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും വിദ്യയും എല്ലാം നൽകുന്ന ശാന്തസ്വരൂപിണിയായ അമ്മയെ, പരാശക്തിയെ ഞാൻ നമിക്കുന്നു. So here is the explanation in English. The divine goddess is to be meditated upon as seated on the lotus with petal eyes. She is golden hued and has lotus flowers in her hand. She dispels fear of the devotees who bow before her. She is the embodiment of peace. Knowledge is praised by gods and grants every kind of wealth wished for. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവിധത്തിലുള്ള സമ്പത്തുകളും നൽകുന്നു. യാതൊരു ദേവിയാണോ നമ്മുടെ ഭയമകറ്റി നമ്മെ അനുഗ്രഹിക്കുന്നത്, ആ അമ്മയെ ഞാൻ നമിക്കുന്നു. മലയാളത്തിലുള്ള മീനിങ് ഉണ്ട്. പത്മാസനത്തിലിരുന്നു കൊണ്ട്, താമരയിൽ ഇരുന്നു കൊണ്ട് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ മുഖവും താമരയില പോലെ നീണ്ട കണ്ണുകളും ഉള്ള ദിവ്യമായ ഭവാനിയെ ധ്യാനിക്കണം. പൊൻതിളക്കത്താൽ ചാരുതയാർന്ന മഞ്ഞ വസ്ത്രം ധരിച്ച, കയ്യിൽ തിളങ്ങുന്ന പൊൻതാമര പിടിച്ചിരിക്കുന്ന അതിമനോഹരിയായ ദേവിയെ, എല്ലാ അലങ്കാരങ്ങളാലും അലങ്കരിക്കപ്പെട്ട, എപ്പോഴും ഭക്തർക്ക് അഭയം നൽകുന്ന കരുണാമൂർത്തിയായ, ഭക്തർ വിനീതമായി നമിക്കുന്ന ഭവാനിയെ, ശ്രീവിദ്യയായും ശാന്തസ്വരൂപമായും എല്ലാ ദേവന്മാരും സ്തുതിക്കുന്നവളായ, സകല സമ്പത്തുകളും അനുഗ്രഹിക്കുന്ന ദേവിയെ, എല്ലാ അറിവുകളുടെയും ഉറവിടമായ ലളിതാംബികയെ ധ്യാനിക്കണം. ललितांबिका देवी, उनकी जो ध्यान श्लोक है उनमें तीसरा श्लोक आज हमने पढ़ा था. इसमें क्या कह रहे हैं कि देवी सातु शी इज सिटिंग ऑन द लोटस. वो तो लोटस में बैठ रही है और उनकी हाथ में भी लोटस है जो गोल्ड वाला है. इट इज़ मेड अप ऑफ गॉड. और क्या कह रही है? हाँ, वही है हमें सर्व संपत देती है और वही है हमें धैर्य, ऐश्वर्य, जो हमारी ज़िंदगी के लिए जिस जिस चीज़ की ज़रूरत है वो सब वही देवी हमें दे रही है. और वही है विद्या, वही है शांत स्वरूपी, सब कुछ वही है. वो खुद भगवान शिव की पत्नी है, भवानी है. और क्या कह रही है? उनकी जो ओरा है वो हम पर भी एनर्जी देते हैं, हमें भी आगे जाने की मदद करती है. तो हमको ललितांबिका देवी का ध्यान करना चाहिए, जिससे हमारी ज़िंदगी भी आगे शुभ हो. आपको समझ में आई इति मम प्रार्थना. एवं अद्यतन वीडियो अत्र समाप्यते. सर्वेभ्यः തൃതീയശ്ലോകം പഠിതവന്തः ഇതി മന്യത്തെ. വളരെ ലളിതമായ ശ്ലോകമാണ്. അതായത് ദേവിയുടെ ആ ഒരു വർണ്ണനയാണ്. അതെ, പത്മാസനത്തിലിരിക്കുന്ന പത്മപത്ര അക്ഷിയുള്ളവളായ അമ്മയെ, ഭവാനിയെ വന്ദിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ദേവിയോടുള്ള ഭക്തി, ദേവിയുടെ ആ രൂപത്തെ വർണ്ണിക്കുന്ന രീതിയിലാണ് ഇവിടെ എഴുതി ചേർത്തിട്ടുള്ളത് ശ്ലോകത്തിൽ. ഈ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് പോർഷൻസ് ഉണ്ട്. ഈ ശ്ലോകത്തിൻ്റെ ന്യാസം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒറിജിനൽ ശ്രീ ലളിതാ സഹസ്രനാമം കയ്യിലുള്ളവർക്ക് അത് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ ആ ന്യാസം എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം. What is the nyasa and the beginning of Sri Lalita Sahasranama Stotra? I think you should be aware of that. Maybe someone, if not, I'll tell you. അപ്പോൾ എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സംസ്കൃതത്തിലുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. If anyone is discomfort with the words, try to pronounce it while I am chanting it. So അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും.
आपको भी ये चान करना उतना मुश्किल बात नहीं, आप भी कर सकते हो। आप एक बार प्रयास करो तो फिर आपसे भी हो सकते हैं। संस्कृत पढ़ना तो बहुत बुरा या बहुत खतरनाक कोई चीज़ नहीं है, वो बहुत आसान चीज़ है। आप भी पढ़ सकते हो, आप भी उसे चान कर सकते हो, लिख सकते हो, किसी को बता सकते हो। तो आप एक बार प्रयास करके देखो, यही है मेरी प्रार्थना। सर्वेभ्यः प्रयत्नः करोतु। प्रयत्नं करिष्यति चेत् एकस्मिन् दिने सहस्रनामस्तोत्रं भवतस्य कृते लाघवं भविष्यति, तदहं जानामि। एवमुक्त्वा अद्यतन वीडियो अत्र उपसंहरामि। पुनः मिलामः। Until then, stay tuned and do like, share, comment and subscribe to my channel for more videos on Lalita Sahasranama Stotra. If you are interested to watch more videos on the meanings of Lalita Sahasranama Stotra, Shamyata, please do subscribe to my channel. I wish you liked my video. Stay tuned. Thank you. धन्यवादः सर्वेभ्यः। शुभमस्तु। सर्वे सुखिनो भवन्तु। हरि ओम। धन्यवादः। बाय बाय।